മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും. കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും. ഭയം വേണ്ടിനിയും കർത്തൻ കാവലുണ്ട് മരുഭൂയാത്ര കടന്നിടുവാൻ. കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും. കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള തുടർമാനമായ ചിന്തയ്ക്കായിട്ട് 13-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സസ് 21 and 22. അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കാണിക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലെത്തിക്കുന്ന ആ യാത്രാമധ്യേ അവരോട് കാണിച്ച കരുതലും അവരനുഭവിച്ച സംരക്ഷണവുമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. നാം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വിടുവിക്കപ്പെട്ടവരുമാണ്. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് രാവും പകലും ഒരുപോലെ കാവലായി സഹായകനായിട്ട് നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം രാവും പകലും ഒരുപോലെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകേണ്ടവരാണ്. രാവിൻ്റെ അഥവാ രാത്രിയുടെ വ്യക്തമല്ലാത്ത സാഹചര്യങ്ങളിലും ചില കാര്യങ്ങൾ വേണ്ടത്ര പ്രകാശം കിട്ടാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലും മുൻപോട്ട് പോകുവാൻ കർത്താവ് വെളിച്ചം കാട്ടി നമ്മെ നടത്തും. മാത്രമല്ല, പകലിൻ്റെ സുതാര്യമായ അനുഭവത്തിലും സന്തോഷകരമായ സാഹചര്യത്തിലും എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സാരമില്ല എന്ന് വിചാരിക്കാതെ അപ്പോഴും വഴി കാണിക്കേണ്ടത് കർത്താവ് തന്നെയാണെന്ന ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ മരുഭൂമി യാത്രയിൽ വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് മരുഭൂമിയിൽ വഴികളില്ല. അഥവാ വല്ല വ്യാപാരികളും വാഹനം ഉയർത്തി യാത്ര ചെയ്യുമ്പോൾ ഒരു വഴി അവിടെ ഉണ്ടായാൽ അടുത്ത കാറ്റടിക്കുമ്പോൾ മണൽ വന്ന് മൂടി ആ വഴി അപ്രത്യക്ഷമാകും. എന്നാൽ നമ്മുടെ മുമ്പിൽ പോകുന്ന കർത്താവ് മരുഭൂമിയുടെ സൃഷ്ടാവാണ്. അവന് വഴി അറിയാം. അവൻ പോകുന്ന വഴിയെ പോയാൽ മാത്രം മതി നാം എത്തേണ്ടിടത്ത് നിശ്ചയമായിട്ടും ആത്മീയ അഭിവൃദ്ധിയോടെ എത്തും എന്നുള്ളത് സംശയമില്ല. 21-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് അവൻ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു എന്നാണ്. എപ്പോഴും കർത്താവ് മുൻപിലാണ്. യോഹന്നാൻ 10:4 വായിക്കുന്നു, അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ ശബ്ദം അറിഞ്ഞ് നമുക്കവനെ അനുദിനം അനുഗമിക്കാം. പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞു, നാം അവൻ്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക വച്ചിട്ട് പോയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ നാം പോയാൽ യോഗ്യമായ ഒരു ജീവിതം നയിപ്പാനായിട്ട് സാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, മറ്റുള്ളവരാൽ നാം വേദന അനുഭവിക്കുമ്പോൾ പ്രതികാരത്തിന് പോകാതെ, പ്രശ്നത്തിന് പോകാതെ കർത്താവിൻ്റെ മാതൃക പിൻപറ്റാനായിട്ട്, അവൻ്റെ കാഴ്ചയോടെ പിൻപറ്റുവാനായിട്ട് പത്രോസ് നമ്മളെ പ്രബോധിപ്പിക്കുക. 22-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുന്നത് അവൻ ജനത്തിന് മുമ്പിൽ നിന്ന് മാറിയില്ല. ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറാത്ത ഒരു കർത്താവ്, വിളിച്ച് വേർതിരിച്ച ദൈവം, അടിമത്തത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന ദൈവം,
മുമ്പിൽ നിന്ന് മാറാത്തവനാണ്. നമ്മൾ സ്വഭാവത്തിന് മാറ്റമില്ലാത്തവനാണ്. മാറ്റമില്ലാത്തതാണല്ലോ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ വഴിമാറി യാത്ര ചെയ്യാറുണ്ട്. അത് നമ്മുടെ സ്വഭാവമാണ്. തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരാണ് നമ്മൾ. അപ്പോഴും കർത്താവ് നാം പോയ വഴിയെ വരത്തില്ല. അവൻ്റെ വഴിക്ക് ഒരു സ്ഥിരതയുണ്ട്. നാം അതിലേ പോയെങ്കിലേ പറ്റൂ. നാം ഇടയ്ക്കിടയ്ക്ക് വഴി മാറി യാത്ര ചെയ്താൽ പിന്നാലെ കർത്താവ് വരത്തില്ല. നാം മടങ്ങി കർത്താവിൻ്റെ അടുക്കൽ വരണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുക്കുഞ്ഞിനെ കാണുവാൻ പോയ വിദ്വാൻമാരുടെ ചരിത്രമുണ്ട്. നക്ഷത്രം കണ്ട് അവർ യാത്ര തിരിച്ചു. അവർക്ക് അതിനാവശ്യമുള്ള ഗൈഡൻസ് കൊടുത്തിരുന്നു. പക്ഷേ അവർ അല്പം കഴിഞ്ഞപ്പോൾ വഴി മാറി കൊട്ടാരത്തിലെത്തി. അവിടുന്ന് അവർ തിരിച്ചു വന്ന് പിന്നെ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു എന്ന് 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. അതിൻ്റെ അർത്ഥം നക്ഷത്രം അവരുടെ പുറകെ പോയില്ല. നക്ഷത്രത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ അത് പൊയ്ക്കൊണ്ടിരിക്കും. അതിന് പിന്നാലെ പോയാൽ അവർ പിന്നാലെ പോയി യേശു കുഞ്ഞിനെ കണ്ടു, ആരാധിച്ചു, സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്ന് വായിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നമ്മെ വീട്ടിലെത്തിക്കുവോളം കർത്താവ് മുന്നിൽ നിന്നും മാറുകയില്ല. അവനെപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. അതുമാത്രമല്ല, സംരക്ഷണത്തിനും പ്രകാശം തരാനായിട്ട് അവൻ പിൻപിലുമുണ്ട്. മുൻപും പിൻപും ഒരുപോലെയുള്ള ഒരു പരിപാലകൻ. സ്വന്തം വീട്ടിലെത്തുന്നവരെ അവൻ്റെ സംരക്ഷണവും ആലോചനയും നടത്തിപ്പും നമുക്കുണ്ടായിരിക്കും. അവിടെ എത്തിയാൽ പിന്നെ അങ്ങനൊരു സംരക്ഷണം, ഗൈഡിൻ്റെ ആവശ്യം ഇല്ല. നാം സ്വന്തം വീട്ടിലെത്താൻ പോകുക. കാലങ്ങളധികമില്ല. ഒന്നുകിൽ നാം മരണവഴിയായി മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് വന്ന് തൻ്റെ ജനത്തെ ചേർക്കുമ്പോൾ നാമും തന്നോടുകൂടെ ചേർക്കപ്പെടും. അതുവരെ ഈ കർത്താവിന് പിന്നാലെ യോഗ്യമായി നമുക്ക് ജീവിക്കാം. വഴിമാറി യാത്ര ചെയ്യാതെ കർത്താവിന് പിന്നാലെ മാത്രം പോകാം. മരുഭൂമി അനുഭവത്തിലും രാത്രിയിലും പകലും അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ കർത്താവിന് പിന്നാലെ നമുക്ക് പോകാം. അവൻ മാറ്റമില്ലാത്തവനാണ്. ഈ മാറ്റമില്ലാത്ത കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഈ ചിന്ത മുഖാന്തരം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പകലിൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണുകളായി. പകലിൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണുകളായി. ദാഹജലത്തിന് വിളർന്ന പാറയും ജീവമന്ന ഭക്ഷണമായി. ദാഹജലത്തിന് വിളർന്ന പാറയും ജീവമന്ന ഭക്ഷണമായി. തന്ന യഹോവയെ വാഴ്ത്തിടുവിൻ, കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും. കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും.